നമസ്കാരം. ലവ് ലാൻഡ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സജി കൂത്താട്ടുകുളം. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏതാണ്ട് 37 ദിവസമായി. ഈ 37 ദിവസത്തിനിടയ്ക്ക് ഉള്ളിൽ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് 37 ദിവസമായി. മറ്റേ സെക്കൻഡ് PRP കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. അപ്പോൾ എന്നും നമ്മൾ വീഡിയോ ചെയ്യണതിൽ അർത്ഥമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷങ്ങൾ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആണ് ഇപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. 37 ദിവസമായല്ലോ, അതുകൊണ്ട് ഒരു മാസം കഴിയുമ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ്. ഈ 37 ദിവസം കഴിഞ്ഞപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഇതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഏതാണ്ട് നല്ല രീതിയിൽ മുടി നമ്മുടെ ഈ ഫ്രണ്ട് ഏരിയയിൽ നല്ല രീതിയിലുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്കൊരു സംശയം വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഈ ഷെഡിങ് തുടങ്ങിയ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് കൈ നോക്കുമ്പോൾ മുടിയൊന്നും പൊഴിയണതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ സത്യനാരായണനെ വിളിച്ച് പുള്ളിക്ക് അതിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ ഇത് ഷെഡിങ് തുടങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒരു 8-9 മാസത്തിനുള്ളിൽ ചേട്ടന് പൂർവാധികമായിട്ടുള്ള പഴയ രീതിയിലേക്കുള്ള മുടി നന്നായിട്ട് വളരും. പിന്നെ ഇനിയിപ്പോൾ ഒരു 1.5 മാസത്തിൽ PRP ചെയ്താൽ മതി. ഏതാണ്ട് 7 ഗ്രേഡ് കഷണ്ടി ഉള്ളവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും PRP ചെയ്യണതിൽ വലിയ അർത്ഥമില്ലെന്നാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഈ മാസം എന്തായാലും ചെയ്യുന്നില്ല. ജൂലൈയിലാണ് PRP മൂന്നാമത്തെ PRP ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അന്നേരം മരുന്ന് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. കാരണം ചിലപ്പോൾ ഒരു 6-7 മാസം ആ മരുന്ന് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ നമുക്ക് 7 ഗ്രേഡ് കഷണ്ടി ആണെന്നല്ലോ, അപ്പോൾ അതിന് നമുക്ക് ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള മെഡിസിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തോളാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയില്ലോ, ഇപ്പം ഈ ഒരു മാസത്തെ കാര്യങ്ങളല്ലേ നമുക്കറിയാവുള്ളൂ. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളല്ലോ. അപ്പോൾ ആ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മളിൽ വന്നിരിക്കുന്ന അനുഭവമല്ലേ നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പുതിയ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് പ്രയോജനപ്പെടുകയുള്ളൂ. കാരണം മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് അറിയാം. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവം ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലൊക്കെ ആയിരിക്കുമല്ലോ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ നിങ്ങളോട് മുമ്പിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 10 ദിവസം ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ 10 ദിവസം അതുപോലെ കെയർ ചെയ്തേക്ക് വന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ക്ലിനിക്ക് പറഞ്ഞ അതേ രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് മുമ്പോട്ട് പോയത്. പിന്നെ ആഹാരത്തിൻ്റെ കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പതുക്കെ ആയാലും ചെറുതായിട്ടുള്ളതായാലും ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ കോട്ടൺ തുണി കെട്ടിയിട്ട് ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. അത് വളരെ ചുരുക്കമുള്ളൂ. പിന്നെ നമുക്ക് ജോലിക്ക് പോകാൻ തുടങ്ങി. അത്യാവശ്യം ചെറിയ വെയിലുകൊള്ളോ നമുക്ക് അത്യാവശ്യം കായികാധ്വാനമുള്ള പണി ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്താലൊന്നും കുഴപ്പമില്ലെന്നാണ് ഇപ്പോൾ ക്ലിനിക്കിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. അതല്ല, ഞാൻ ചെയ്തു തുടങ്ങി ഓൾറെഡി. പിന്നെ ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് മരുന്ന് കണ്ടിന്യൂ ചെയ്യുക. ഇതിൻ്റെ മുമ്പോട്ടുള്ള വിശേഷങ്ങൾ, നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരാകാംക്ഷ ആണല്ലോ നമുക്കെല്ലാവർക്കും. ഇത്രയും വലിയൊരു പ്രൊസീജിയേഴ്സ് ചെയ്തതിന് ശേഷമുള്ള ഇനിയുള്ള നമ്മുടെ ആ റിസൾട്ടിനെ കുറിച്ചുള്ള ആണല്ലോ നമുക്കുള്ള ഒരു ആകാംക്ഷ. അപ്പോൾ ആ ആകാംക്ഷയാണ് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയുള്ള ടൈം നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഏത് ഡോക്ടറാണ് ചെയ്തത്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് പല രീതിയാണ്, ഓരോ മെത്തേഡിനും ഓരോ രീതിയാണ് ഈ കോസ്റ്റ് ചെയ്യുന്നത്, അവിടുത്തെ പൈസ ആവുന്നത്. അപ്പം നിങ്ങൾ ക്ലിനിക്കിൽ ചെന്നിട്ട് അത് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം കൃത്യമായിട്ട് അത് അവർ പറയും. അപ്പോൾ അതനുസരിച്ചുള്ള പൈസയാണ് അവിടെ ആവുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള യാതൊരു ശാരീരിക അസ്വസ്ഥതകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എല്ലാം നല്ല രീതിയിലായിരുന്നു, നല്ല ഫിറ്റാണ്. അതായത് എനിക്ക് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് അതിപ്പോൾ റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് പറയുമ്പോൾ ഒരു 6 മാസം കഴിയാണ്ട് ഒരു കാരണവശാലും നമുക്ക് റിസൾട്ടിലേക്ക് ആവില്ല. കാരണം ഷെഡിങ് തുടങ്ങിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി ഒന്നേന്ന് റൂട്ടിൽ നിന്ന് കിളുത്ത് വരണം. കിളുത്ത് വന്ന് എങ്ങനെയായാലും ഒരു 5-6 മാസം കഴിഞ്ഞാലല്ലേ നമുക്കൊരു പൂർവാധികമായിട്ടുള്ള ഒരു മുടിയുടെ ഒരു ഗ്രോത്തിലേക്ക് വന്ന് നമുക്കൊരു കണ്ടീഷനിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. അത് അങ്ങനെയാണ് അതിൻ്റെ ടൈം പറഞ്ഞേക്കുന്നത്. അല്ലാതെ നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എണ്ണയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നുമില്ല. എണ്ണയും ട്രാൻസ്പ്ലാന്റിൻ്റെ ട്രാൻസ്പ്ലാന്റിൻ്റെ മുടിയല്ല, മുടി വളർച്ചയായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയും മുടിയുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ സ്കിന്നിലെ ഡ്രൈ സ്കിൻ, ഓയിൽ സ്കിൻ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ചില ലോഷനുകളോ എണ്ണകളോ ഒക്കെ വേണമെങ്കിൽ ഡോക്ടർമാർ പറയുന്നുണ്ട്. അത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ തേക്കുന്നതിന് കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ക്ലിനിക്ക് പറയുന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുക, അവർ പറയുന്ന രീതിയിലുള്ള മെഡിസിൻ കഴിക്കുക, അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോവുക. എത്രയും നമ്മൾ കെയർ ചെയ്യാവുന്നോ അത്രയും നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുമെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം. പിന്നെ നല്ല തിക്കനായിട്ട് നല്ല ആരോഗ്യമായിട്ടുള്ള ഡോണർ ഏരിയൊക്കെ ഉള്ളവർക്ക് കുറച്ച് അധികം റിസൾട്ട് ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഈ ഹെയറിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ സ്റ്റെം സെൽ എന്ന് പറഞ്ഞ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കഴിഞ്ഞ വർഷം 4300 ഗ്രാഫ്റ്റ് പറഞ്ഞത് എനിക്കിപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് വെറും 3500 ആയി കുറയുകയോ ചെയ്തു. അപ്പം അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനം ഒന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്. അപ്പം നമ്മളിപ്പോൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ കഴിഞ്ഞ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കുറ്റം പറയേണ്ട കാര്യങ്ങളൊന്നും നമുക്കില്ല. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിപ്പോൾ ഓരോരുത്തർക്കും അതിപ്പോൾ എന്നെ വിളിക്കുന്ന ഒരുപാട് കോളുകൾ എനിക്ക് വരുന്നുണ്ട്. ആ കോളുകളിലേക്കെല്ലാം നമുക്കിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമുക്കതെല്ലാം പറഞ്ഞു കൊടുത്താൽ മതി. എന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് സംശയം ഞാൻ ഫോണിൽ കൂടി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് മാറി, എങ്ങനെയാ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സത്യസന്ധമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സത്യസന്ധമായിട്ട് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ചുറ്റും മറുസൈഡിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരുപാട് ആൾക്കാർ പല നെഗറ്റീവ് അഭിപ്രായങ്ങളുമായിട്ട് വരും. അതൊന്നും നമ്മൾ ആരും കാര്യമാക്കണില്ല, പുല്ലുവിലയ്ക്ക് പോലും എടുക്കുന്നില്ല. കാരണം ഞാനൊരു ചാനൽ തുടങ്ങി, ഞാൻ അതിൻ്റെ അകത്ത് എൻ്റേതായ ചില കാര്യങ്ങൾ ഒക്കെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നു. അത് നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിൻ്റെ അകത്ത് ഈ യഥാർത്ഥമായിട്ടുള്ള കാണുന്ന പ്രേക്ഷകർ, ആ കാണുന്ന കാണികൾ, അത് കേൾക്കുന്ന ആൾക്കാർ, അവർക്ക് മനസ്സിലാവും ഇതെന്താണ്, എവിടെയാണ് പാളിച്ച പറ്റിയത്, എന്തുകൊണ്ടാണ് ഇത് വേറെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോയത് എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം നമുക്ക് പോട്ടെ. കാരണം ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു, എറണാകുളത്തു നിന്നുള്ള ഒരാൾ, ഈ സ്റ്റെം സെല്ല് ചെയ്ത ഒരാൾ. അദ്ദേഹത്തിന് റീഫണ്ട് കിട്ടി. 1 വർഷം കഴിഞ്ഞിട്ടും റിസൾട്ട് വരാണ്ട് വന്നു. ഇപ്പോൾ റീഫണ്ട് കിട്ടി. അദ്ദേഹത്തിനോട് 20,000 രൂപ മേടിച്ചായിരുന്നു. പുള്ളിക്ക് 15,000 രൂപ കൊടുത്തു, റീഫണ്ട് ചെയ്തു. ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ആരും മുമ്പോട്ട് വരുന്നില്ല. ഇപ്പം എന്നെ വിളിച്ച അദ്ദേഹം വീഡിയോ ചെയ്യാനായിട്ടിരിക്കുകയാണ്. എല്ലാവരും ചെയ്യും, എല്ലാവരും ഇന്ന് മുമ്പോട്ട് വരും. പിന്നെ ഇതൊന്നും ഇങ്ങനെയുള്ള ഈ ചീള് കേസുമായിട്ടൊന്നും ആരും മുമ്പോട്ട് പോകില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, അതിനൊന്നും ആർക്കും സമയവുമില്ല. പിന്നെ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പരാമർശിച്ചത് മാത്രം. എല്ലാവരും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ അതിൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് ആലോചിക്കുക. നമുക്കൊക്കെ ചതി പറ്റി, 1 വർഷം പോയി, നമ്മുടെയൊക്കെ പൈസയും പോയി. ഇപ്പം ഇതേ വാക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ചില ആൾക്കാരൊക്കെ കമൻറ്റ് കൊണ്ട് വന്നു, നിങ്ങൾക്ക് അത് ചെയ്ത പിന്നെയല്ലേ കുറച്ചെങ്കിലും മുടി വന്നേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ പറയുന്ന ആൾക്കാർക്കുള്ള മറുപടി ആയത്, ഈ കുറച്ച് മുടിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ആത്മവിശ്വാസത്തോടെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തത്. ഈ പൂച്ചപ്പൂട പോലുള്ള മുടിക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ അത് അന്ന് പറയണമാണ്, അത് പറഞ്ഞില്ലല്ലോ. 7 ഗ്രേഡ് കഷണ്ടിക്ക് മുടി വരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അതിൻ്റെ പിന്നെ റീഫണ്ട് ചെയ്യണതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ഈ കഷണ്ടിക്കൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലിനിക്കിൽ പോകാം. നല്ല ക്ലിനിക്ക് നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവരും സത്യസന്ധമായിട്ട് ഒരിക്കലും കുഴി ചാടരുത്. നിങ്ങൾ എല്ലാവരോടും പറയുക, നല്ല രീതിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. നിങ്ങൾ കഷണ്ടി മാറ്റാനാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അല്ലാതെ വേറെ ഒരു ഓപ്ഷനിലേക്കും പോകരുത്. അത് അനുഭവം എന്നുള്ള നിലയ്ക്ക് എൻ്റെ അനുഭവമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെയുണ്ട്, പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത ആൾക്കാർ.
നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറ്റം പറയുകയല്ല, പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത് നിരാശ വന്ന് ട്രാൻസ്പ്ലാന്റിലേക്ക് ചെയ്തപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ അത് തിരിച്ചറിയുക. നമ്മൾ ഈ കഷണ്ടിയായിട്ട് മുമ്പോട്ട് പോകുന്ന വിഷമിക്കുന്ന ഒരുപാട് സഹോദരന്മാരും ഉണ്ട്, മുടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ അവരെല്ലാം നിങ്ങളെല്ലാവരും വിചാരിക്കുക, ഒരിക്കലും ഇനി ഒരു ചിന്ത വേണ്ട, അവിടെ ഒരു സ്റ്റോപ്പ് വേണ്ട. കാരണം നമുക്ക് ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് അതിന് വില്ലിങ് ആയിട്ടുള്ള കാര്യം, അതിന് കൃത്യമായിട്ട് അതിനൊരു മറുപടി ആയിട്ടുള്ളതും അതിനൊരു ഉത്തരവും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ പറയാം, ഇപ്പോഴത്തെ എൻ്റെ വിശേഷം ഇതാണ്. ഇനി ഒരു നല്ല വിശേഷം, ഒരു നല്ല റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.